ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രവി ആണെങ്കിൽ ഭയങ്കരേറെ കലി കൊണ്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ചന്ദ്രേ, നീ കാണിച്ചത് വളരെയേറെ മോശമായ കാര്യമായി പോയി. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തേണ്ട ഒരു അമ്മയാണ് ദേ മക്കളുടെ തെറ്റിന് കൂട്ടു നിന്നത് നീ. ഇനി നിന്നോട് സംസാരിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല, നിന്റെ അടുത്ത് വരുന്നത് പോലും എനിക്ക് പേടിയാണ് ചന്ദ്രേ. കാരണം ഇനി മകന് വേണ്ടി, നിന്റെ മൂത്ത മകന് വേണ്ടി എന്നെ കൊല്ലാൻ പോലും നീ മടിക്കില്ല. അങ്ങനെയൊക്കെ രവിയുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മുഴുവനും ചന്ദ്രയ്ക്ക് മുന്നിൽ വിളിച്ചു പറയാണ്. ചന്ദ്രയാണെങ്കിൽ സങ്കടം വന്ന് തകർന്ന് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രയ്ക്ക് രവി എന്ന് പറഞ്ഞ ജീവനാണ്, വല്ലാതെ ഇഷ്ടമാണ്. അപ്പോൾ വീണ്ടും രവി അവിടെ സംസാരിക്കുകയാണ്. ഇനി നീ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയോ, നീ എനിക്ക് ഭക്ഷണം വിളമ്പി തരുമോ, ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തന്നാൽ പോലും ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് കുടിക്കില്ല. കാരണം അത്രയ്ക്കും ദുഷ്ട മനസ്സുള്ള സ്ത്രീയാണ് നീ. നിന്നെ ഒരമ്മയായിട്ട് കണക്ക് കൂട്ടാനേ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടെ പൊളിച്ചെടുക്കുകയാണ്. ഇനി മേലെ നീ എൻ്റെ അടുത്ത് മിണ്ടാൻ വന്നു പോകരുത് ചന്ദ്ര എന്ന് പറയുമ്പോൾ ചന്ദ്ര അവിടെ കരഞ്ഞുകൊണ്ട് പറയണം. അപ്പോൾ രവിയേട്ടൻ എന്നോട് ഇനി മിണ്ടാൻ വരില്ല അല്ലേ? ഞാൻ മിണ്ടുന്നത് മുഴുവനും രവിയേട്ടന് ശല്യമാണ്. ഞാനുണ്ടായത് കൊണ്ടല്ലേ എല്ലാവർക്കും വലിയൊരു ബാധ്യത. ഞാൻ പോവാണ്. ദേ ആരും എന്നോടും മിണ്ടണ്ട. ഈ ലോകത്തുനിന്ന് തന്നെ ഞാൻ പോയേക്കാം. എന്നാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടട്ടെ. ഞാനാണ് എല്ലാവരുടെയും മുന്നിൽ ഒരു ശല്യക്കാരി, എല്ലാവർക്കും ശല്യക്കാരി ഞാനാണല്ലേ. ഞാൻ പോയി തന്നേക്കാം രവിയേട്ടാ. രവിയേട്ടൻ സന്തോഷത്തോടെ ജീവിക്ക് രവിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ റൂമിലേക്ക് കയറി പോവുകയാണ്. ചന്ദ്രൻ്റെ റൂമിലേക്ക് കയറിപ്പോയി കഥ കിടക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും ഒക്കെ പേടി തോന്നി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ അങ്ങോട്ട് ചെന്നിട്ട് അമ്മയെ കഥക് തുറക്കമ്മേ എന്ന് പറയുകയാണ്. ശ്രുതിയും ഇതേപോലെ തന്നെ ശ്രുതിയും. അപ്പോൾ ഇവരുടെ ആ ഒരു പറച്ചിലിപ്പോൾ വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ കഥോർക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷയാണെങ്കിൽ പിന്നെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മുടെ വർഷ നിൽക്കുന്നത്. ശ്രീകാന്തിനും വലിയൊരിതൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷേ രേവതിക്ക് കുറച്ച് പേടിയൊക്കെ തോന്നി. സച്ചിക്കും വലിയ കുലുക്കൂല, അതേപോലെ തന്നെ രവിക്കും വലിയ കുലുക്കമൊന്നുമില്ല. അങ്ങനെ വീണ്ടും കഥോർക്കെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ഓടി വന്നിട്ട് എടാ സച്ചി, എടാ അമ്മ കഥക് പൂട്ടിരിക്കുകയാണ്, എടാ കഥ തുറക്കാനായിട്ട് പറയടാ. പക്ഷേ സച്ചിക്ക് അവിടെ ഒരു കുലുക്കൂല. അങ്ങനെ ശ്രുതി വീണ്ടും ചെന്ന് കഥ തുറക്കാന്നൊക്കെ പറയാം. പക്ഷേ ചന്ദ്രയാണെങ്കിൽ ഒരു മൂലൊക്കെ അവിടെ മാറി നിൽക്കുകയാണ്. നാണക്കേടായില്ലേ, എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടൊരവസ്ഥയായി പോയില്ലേ. അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് പുറത്തിറങ്ങാനേ തോന്നിയില്ല. അങ്ങനെ രവിയും കല്ല് പോലെ നിൽക്കുക. അപ്പോൾ രേവതിക്ക് പേടി തോന്നി. സച്ചിയേട്ടാ, അമ്മ കഥ തുറക്കുന്നില്ലല്ലോ സച്ചിയേട്ടാ ഒന്ന് പോയി വിളിക്ക് സച്ചിയേട്ടാ, എനിക്കാകെ പേടി തോന്നുന്നു സച്ചിയേട്ടാ. പക്ഷെ സച്ചി ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും അപ്പം നമ്മുടെ രേവതി ശരി ഇനിയിപ്പോൾ സച്ചിയേട്ടൻ മിണ്ടൂലില്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രേവതി അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ കൈ പിടിച്ച് വലിച്ച് അവിടെ നിർത്തിയിട്ട് നീ എവിടെ പോകുന്നു സച്ചിയേട്ടനെ നോക്കുന്നില്ല, അമ്മ കഥക് തുറക്കുന്നില്ല എന്ന്. അമ്മയെ പോയി വിളിക്കണ്ടേ? വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, താനേ ഇങ്ങോട്ട് ഇറങ്ങി വന്നോളും. നീ വിളിച്ചിറങ്ങി വരുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാലും സച്ചിയേട്ടാ എനിക്കാകെ പേടിയാവുന്നു സച്ചിയേട്ടാ. ദേ അമ്മ അങ്ങനെ ഇറങ്ങി വന്ന് ഇവരെ കടുങ്കൈ ചെയ്യോ? പിന്നെ കടുങ്ക് ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ കുറേ സ്ഥിരം കണ്ടിട്ടുള്ളതാ. നേരത്തെ അമ്മ ഇതേപോലെ തന്നെ കാണിച്ച് കൂട്ടിയിട്ടൊക്കെ ഉണ്ടെന്നേ. എന്നിട്ട് ലാസ്റ്റ് ഇറങ്ങി വരും. ഇതൊക്കെ എനിക്കറിയാം, എൻ്റെ അമ്മയെ എനിക്കറിയാൻ പാടില്ല രേവതി എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നിക്കുകയാണ്. ശ്രുതിയൊക്കെ വിളിച്ചു നോക്കിയാണ്. അങ്ങനെ ശ്രുതി ചെന്ന് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്കിളെ ഒന്ന് ആൻറ്റിയെ വിളിക്ക്. അങ്കിള് വിളിച്ചാൽ ആൻറ്റി കഥക് തുറക്കും അങ്കിളെ, എനിക്ക് പേടിയാവുന്ന അങ്കിൾ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്. അങ്കിളെ വന്ന് കഥക് തുറക്കാൻ പറ അങ്കിളെ, പ്ലീസ് അങ്കിളെ. പക്ഷേ രവിയെ എത്ര പിടിച്ച് കുലുക്കിയിട്ടും കുലുങ്ങാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ശ്രുതിയും വരികയാണ്. അച്ഛനൊന്ന് വന്ന് കഥ തുറക്കാൻ പറ, എനിക്ക് പേടിയാവുന്ന എന്തിനാ പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ രവി ഒരു കൂസലുമില്ലാതെ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്, ഏതായാലും സൗകര്യമില്ല എന്നൊരു മട്ടിലാണ് രവി മുകളിലേക്ക് കയറി പോകുന്നത്. ശ്രുതിയും ആണെങ്കിൽ വിളിയോട് വിളി. അപ്പോൾ വർഷം ഇങ്ങനെ ഇടുന്നിട്ട്, അല്ല ശ്രുതിച്ചേട്ടാ നിങ്ങൾ എന്തിനിങ്ങനെ ടെൻഷനാവുന്നത്? നിങ്ങൾ ടെൻഷനാവല്ലേ, വിശക്കുമ്പോൾ വന്ന് കഥ തുറന്നോളൂ. പിന്നെ 24 മണിക്കൂർ അവിടെ തന്നെ ഇരിക്കാൻ പോവല്ലേ? ആൻറ്റി ഒന്നും ചെയ്യാനായിട്ടൊന്നും പോകുന്നില്ല, നിങ്ങളെ ചുമ്മാ പേടിപ്പിക്കുക, അത്രയേ ഉള്ളൂ. നീ ഒന്നും മിണ്ടാതിരിക്കുക വർഷേ എന്ന് ശ്രീകാന്ത് അവിടെ സംസാരിക്കുക. വർഷയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വർഷ ഉള്ള കാര്യം തുറന്നു പറയും. അങ്ങനെ വർഷയുടെ വായടപ്പിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്തും പറയാണ്,
എന്നെ എന്തിനാ ശ്രുതി ചേച്ചി അങ്ങനെ കിടന്ന് ഒച്ചപ്പാണ്ടാക്കുന്നത്? അമ്മക്ക് തോന്നുമ്പോൾ കഥ തുറന്നോളും. എടാ നിനക്കൊക്കെ അങ്ങനെ പറയാം. ദേ അമ്മേ ഒന്ന് കഥക് തുറക്കമ്മേ, അമ്മ ഞാനല്ലേ വിളിക്കുന്നത്, എന്തിനാ അമ്മേ പ്ലീസ് അമ്മേ. അങ്ങനെ കഥ തുറക്കാനായിട്ട് പറഞ്ഞ, പക്ഷേ കഥ തുറക്കുന്ന ഒരു മട്ടിലുമില്ല. അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം സച്ചിയുടെ അടുത്ത് ചെന്നിട്ട്, എടാ നിനക്ക് സമാധാനം ആയില്ലടാ, നീ കാരണോ എൻ്റെ അമ്മ ഇങ്ങനെ കഥകും പൂട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ കാരണമാണോടാ അമ്മ അങ്ങനെ പോയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ നീ കാരണം തന്നെയാണ്. എടാ സ്വർണ്ണം എടുത്തോണ്ട് പോയത് നീയല്ലേടാ, നീ കാരണമല്ലേടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ ഒരു സ്വർണം നിന്റെ പാർച്ചിൽ കേട്ടാ തോന്നുമല്ലോ 100 പവനങ്ങാണ്ട് ഞാൻ കൊണ്ട് വിറ്റുന്ന്. എടാ കാണിച്ചു വിട്ടെടുത്ത് എമ്മാടിത്തരം പറയുന്നോടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം. എടാ ഞങ്ങൾക്ക് ഒരു തരി സ്വർണം പോയാലും അത് വലുത് തന്നെയാടാ. കള്ളത്തരം മുഴുവൻ കാണിച്ചു വിട്ടിട്ട് താനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കഴുത്തിന് കയറി കുത്തി പിടിക്കുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ രേവതിയാണെങ്കിൽ, ദേ നിങ്ങൾ ചെയ്തത് വളരെ മോശമായ കാര്യമാണ്. ഇത് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം നിങ്ങൾ തന്നെയാ. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. അപ്പോൾ ദേ നിന്റെ ഭാര്യയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞോളാം, ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നത്. നീ അമ്മനെ സ്നേഹിച്ചിട്ടുണ്ടോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ അമ്മനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് അല്ലേ, നീ ഇങ്ങനെയൊക്കെ പറയണം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കിടന്ന് ഭയങ്കര പൊരിഞ്ഞടിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിച്ചിട്ട് തിരിച്ചിട്ട് വല്ലാത്ത അടിയാ. ഇത് കണ്ട് രേവതിയും ബാക്കിയുള്ളവരൊക്കെ പേടിച്ചുപോയി. അപ്പോൾ അതേ രവി ഇറങ്ങി വരുന്നുണ്ട്. രവി ഈ ഒരു കാഴ്ച കണ്ടിട്ടും എന്തെങ്കിലും ചെയ്യട്ടെ എന്നൊരു മട്ടിൽ രവിയുടെ മനസ്സ് അത്രയ്ക്കും മരവിച്ചു പോയി. ഇനി ഇവരുടെ കാര്യത്തിൽ കയറി ഇടപെട്ടിട്ട് ഒരാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു വിചാരിച്ചുകൊണ്ട് രവി കൊണ്ട് മാറി നിൽക്കുകയാണ്. രേവതിയാണെങ്കിൽ പേടിച്ച്, ഇവരാണെങ്കിൽ തല്ലുപിടുത്തം നിർത്തുന്നില്ല. അടി പിടി കുത്തിന് പിടുത്തം ഭയങ്കര അടിയാ. ശ്രുതി പറഞ്ഞു നോക്കി, രേവതി പറഞ്ഞു നോക്കി, വർഷയും ശ്രീകാന്ത് ഓടി വരുന്നുണ്ട്. ഇവരെല്ലാം പറഞ്ഞിട്ട് ഒന്നും നിൽക്കുന്നില്ല. അങ്ങനെ രേവതി നേരെ രവിയുടെ അടുത്ത് വന്നിട്ട്, അച്ഛാ ഇത് കണ്ട അച്ഛ സച്ചിയേട്ടൊന്ന് മാറാൻ പറ, ഒന്ന് പിടിച്ച് മാറ്റാ അച്ഛൻ, അച്ഛൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ, ഇതെന്തെങ്കിലും തല്ലുപിടിക്കുന്നത് അച്ഛാ, എന്താ അച്ഛൻ കേൾക്കാത്തത്? പക്ഷേ രേവതി പറയുന്ന പോലും നമ്മുടെ രവി കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. രേവതിയാണെങ്കിൽ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട്, ഒന്ന് മാറ് സച്ചിയേട്ടൻ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഇവൻ പറയുന്നത് ഞാനാണിപ്പോൾ എല്ലാത്തിനും കുറ്റക്കാരനെന്ന് ഈ ശ്രുതി പറയുക. ഇവനെല്ലാം ചെയ്തു കൂട്ടിയിട്ട് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം ഞാനാണെന്നാ അവൻ പറയുന്നത്. നിങ്ങളിങ്ങനെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് നിൽക്കാവോ? എന്തിനാ കിടന്ന് തല്ല് പിടിക്കുന്നത്? അമ്മ ആവശ്യമുള്ളപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നോളും. നിങ്ങൾ കിടന്ന് തല്ല് പിടിച്ചിടുന്ന യാതൊരു കാര്യമില്ല. അങ്ങനെ ശ്രീകാന്ത് ഒന്ന് വിളിച്ച് നോക്കിയാണ്, അമ്മ ഒന്ന് കഥ തുറക്കാവോ, അമ്മ എന്തിനാ കഥ മൂടി അവിടെ ഇരിക്കുന്നത് എന്ന് ശ്രീകാന്തും ചോദിക്കുക. പക്ഷേ ഇതൊന്നും ഇവർ കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ എല്ലാവരുടെയും വഴിക്ക് പോവുക. അപ്പോൾ സച്ചി മാത്രം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ രേവതി വന്നിട്ട്, സച്ചിയേട്ടാ അമ്മ ഇതുവരെയായിട്ട് കഥക് തുറന്നിട്ടില്ല സച്ചിയേട്ടാ, എന്ത് ചെയ്യും സച്ചിയേട്ടാ, എനിക്കാകെ പേടി തോന്നുന്നു സച്ചിയേട്ടാ, എങ്ങനെയെങ്കിലും അമ്മയെ പുറത്ത് കൊണ്ടുവരണ്ടേ? രേവതി അമ്മയെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇനി ഒറ്റൊരു വഴിയേ ഉള്ളൂ. ഒരാളെ വിളിച്ചാൽ അമ്മ കഥക് തുറക്കും. അതാരാണ് സച്ചിയേട്ടാ? എങ്കിൽ പോയി അവരെ വിളിച്ചിട്ട് അവരോടൊന്ന് വരാൻ പറ, എന്നിട്ട് അവരോടൊന്ന് പറ അമ്മയോടൊന്ന് ഇറങ്ങി വരാനായിട്ട്, എങ്കിലെങ്കിലും കേൾക്കുമല്ലോ. ഒന്ന് പറ സച്ചിയേട്ടാ. ഞാൻ പറയാം. അല്ല ആരാ അത്? നിനക്കറിയാവുന്ന ആൾ തന്നെയാണ്, എങ്കിൽ പോ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് സച്ചിയെ പറഞ്ഞു വിടുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിക്കണം. രാവിലെ ആയപ്പോഴും ശ്രുതി ഈ അമ്മയുടെ റൂമിൻ്റെ ആ വാതിക്കെ കിടന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ശ്രുതി വന്നിട്ട്, ശ്രുതി എന്താ ശ്രുതി ഇത്, നേരം വെളുത്തു എന്ന് പറയാ. അമ്മക്ക് കഥക് തുറന്ന ശ്രുതി? ഇല്ല കഥക് തുറന്നില്ല. എൻ്റെ ദൈവമേ എന്ത് ചെയ്യും, ഇത്ര നേരമായിട്ട് അമ്മ കഥക് തുറന്നില്ലല്ലോ, എനിക്കാകെ പേടി തോന്നുന്നു എന്ന് പറഞ്ഞിട്ട്, അമ്മേ കഥക് തുറക്കമ്മ, എത്ര നേരമായി അമ്മ എന്തിനാ അമ്മേ അതിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇരുന്നിങ്ങനെ കരച്ചില്ല. അപ്പോൾ സച്ചി വരികയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, അമ്മ കഥക് തുറന്നില്ലേ എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് കലി വരികയാണ്. ഇല്ലടാ അമ്മ കഥക് തുറന്നില്ല, നിനക്ക് സമാധാനമായല്ലോ, ഇത് തന്നെയല്ലേ നീ ആഗ്രഹിച്ചത്, അമ്മ മരിക്കണമെന്നാ നിന്റെ മനസ്സിലെ ആഗ്രഹം, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്. എന്താടാ പറഞ്ഞത്? അമ്മ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നല്ലേ? അപ്പോൾ രേവതിയും പറയാണ്, നിങ്ങൾ എന്തിനിങ്ങനെ കിടന്ന് സംസാരിക്കുന്നത്? സച്ചേട്ടനെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇവനോ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്നോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ അമ്മയെ ഇറക്കാനുള്ള വഴികളെല്ലാം അവൻ നോക്കിയാനായിരുന്നു. അവൻ സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിയല്ലോ, അവന് തൃപ്തിയായി. അമ്മ ഇറങ്ങിയാലെന്ത്, അമ്മ മരിച്ചാലെന്ത്, അതൊന്നും അവന് വലിയ പ്രശ്നമൊന്നുള്ള കാര്യമല്ല. ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സച്ചിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കും, എന്ത് വേണമെങ്കിലും പറയട്ടെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്. അപ്പോഴാണ് വരുന്നു ഭാമ വരികയാണ്.
അപ്പോൾ ഭാമ വന്നിട്ട് അയ്യോ രവിയേട്ടാ എന്തായി രവിയേട്ടാ കാര്യങ്ങളെല്ലാം എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്താ രവിയേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഭാമയോ നീ എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട് ഓടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്നെ സച്ചിയെ വിളിച്ചത്. അതെ ചന്ദ്ര അകത്ത് കയറി കഥ കടച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ടായല്ലേ, സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലേ, എന്ത് ചെയ്യാനാണ് സുധി പറഞ്ഞിട്ടാ ചന്ദ്ര ആ സ്വർണങ്ങളെല്ലാം സുധിക്കെടുത്ത് കൊടുത്തത് എന്ന് എല്ലാവരുടെ മുന്നിൽ ചന്ദ്രയും വിളിച്ച് പറയുകയാണ്. അപ്പോഴും സുധി അവിടെ നാണം കെട്ടൊരവസ്ഥയിലായി പോവുകയാണ്. സച്ചി എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ ഇപ്പോൾ വളരെയേറെ നാണക്കേട് കൊണ്ട് കഥക് മൂടിയിരിക്കുകയാണ്, ആൻറ്റി വന്ന് വിളിച്ചാൽ മാത്രമേ കഥക് തുറക്കുള്ളൂ. രവിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയ്ക്ക് ജീവനാണ്. ബഹുമാനവും ആത്മാർത്ഥതയും ഒക്കെ രവിയേട്ടനോട് നന്നായിട്ടുണ്ട്. എനിക്കത് മനസ്സിലായി, എന്നോട് ഭയങ്കര ആത്മാർത്ഥതയാണ് ചന്ദ്രയ്ക്ക്, അതെനിക്ക് മനസ്സിലായ കാര്യമാണല്ലോ. എന്തിനാ രവിയേട്ടാ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്? ഒന്ന് ചന്ദ്രയെ ഒന്നും വന്ന് വിളിക്കാൻ പാടില്ലേ? ഞാൻ വിളിക്കില്ല, എനിക്ക് അവളെ വിളിക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്കും തെറ്റുകളാണ് അവൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവളെ വിളിക്കില്ല എന്ന് നമ്മുടെ രവി പറയുക. അപ്പോൾ ഭാമയോടാണെങ്കിൽ ഒന്ന് പോയി വിളിക്കുക ആൻറ്റി വിളിച്ചാലേ ശരി, ഞാൻ വിളിക്കാം, വിളിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ പോയി കഥയെ മുട്ടുകയാണ്. അപ്പോഴേക്കും രേവതി പറയുകയാണ് സുധിയോട്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അമ്മയോട് സച്ചിയേട്ടന് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്, ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായില്ലേ, ഭാമയാൻ്റെ വിളിക്കാൻ തന്നെയാണ് സച്ചിയേട്ടൻ ഇന്നലെ പരക്കം മഞ്ഞ് നടക്കുകയായിരുന്നു, മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് സുധിയുടെ മുന്നിൽ നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് രേവതി. അങ്ങനെ നമ്മുടെ ഭാമ മുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ നമ്മുടെ ചന്ദ്ര ഇരിക്കുകയാണ്. ചന്ദ്രയോട്, ചന്ദ്ര എന്താ ചന്ദ്ര ഇത്, നീ എന്തിനാണ് കഥ കടച്ചിങ്ങനെ ഇരിക്കുന്നത്, നീ ചെയ്തത് മുഴുവൻ തെറ്റല്ലേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല, രവിയേട്ടൻ എന്നോട് മിണ്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്, പിന്നെ എങ്ങനെ നിന്നോട് മിണ്ടും, നീ അതേപോലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചത്, നീ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ സങ്കടമാവൂലേ എന്നൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.